നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെ പോയി? ആ ചേച്ചി, മൈഥിലി കണ്ടായിരുന്നോ? ഇല്ല. എന്താ മോളെ? ആ അല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ ചേച്ചി പൊയ്ക്കോ. കാർത്തികേട്ടാ, മോനെ. കാർത്തികേട്ടാ. മൈഥിലി മോളെ, എന്താ? മൈഥിലി, മൈഥിലി കണ്ടെത്തി. എല്ലാരും വാ, ആരും പേടിക്കണ്ട. മൈഥിലി കണ്ടുകിട്ടി. എന്താ എന്തു പറ്റി? എന്താ ഉണ്ടായേ? നിനക്ക് എന്ത് പറ്റി മൈഥിലി? നീ എങ്ങനെ ഈ മുറി വന്ന് കയറിയത്? ഞാൻ പുറത്തേക്ക് വരാതെ ഇതിനകത്ത് നിന്ന് ഹൽദിയുടെ ചടങ്ങുകൾ കാണുമായിരുന്നു. മോൾക്ക് അങ്ങോട്ട് വന്നൂടായിരുന്നോ? ക്ഷീണം ഉണ്ടായിരുന്നു, അതാ വരാതിരുന്നെ. പിന്നെ ഈ മുറിക്കകത്ത് നീ എന്തിനാ വലിഞ്ഞു കയറിയത്? വാഷ്റൂമിൽ പോയതാ. പിന്നെ വാതില് തുറക്കാനായില്ല. ആ സമയത്ത് ആരോ പുറത്തുനിന്ന് കുറ്റിയിട്ടു. നല്ല പുകിലായി പോയി. ഡെലിവറി അടുത്തിരിക്കുന്ന പെണ്ണ. അവിടെ എവിടെയും കറങ്ങി നടക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്താ നീ അനുസരിക്കാത്തത്? രണ്ട് അമ്മായിയമ്മമാരുണ്ട് ഇവക്ക്, സാവിത്രി, നന്ദിനി. നിങ്ങളെന്താ ഇവളുടെ കാര്യം ശ്രദ്ധിക്കാത്തത്? അമ്മേ, രണ്ടു പേരോടായി പറയ, പ്രസവം കഴിയുന്നത് വരെ നിങ്ങളിൽ ഒരാൾ എപ്പോഴും ഇവളുടെ കൂടെ ഉണ്ടാവണം. ശരി അമ്മ. ആ ഇന്ദ്രജിക്ക് ഇപ്പോ സന്തോഷമായില്ലേ? സന്തോഷം എന്ന് പറഞ്ഞാല് മതി മറക്കുന്ന സന്തോഷം എനിക്ക്. എങ്ങനെ ഇത് ആഘോഷിക്കണമെന്ന് മാത്രം സാർ പറഞ്ഞാ മതി. ആഘോഷമല്ലല്ലോ പ്രധാനം. ഇന്ദ്രജിയുടെ ഹസ്ബൻഡ് എന്റെ ബന്ധുവാണ്. ഇന്ദ്രജിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജയറാമിന്റെ ജാമ്യം നിഷേധിക്കാൻ ഇതേ നമുക്ക് മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ പ്രയോഗിച്ചു, വിജയിച്ചു. താങ്ക് യു സർ, താങ്ക് യു. ഈ ഉപകാരമൊന്നും ഞാൻ മറക്കില്ല സർ. ഇത് ചെറിയൊരു പ്രതികാരമൊന്നുമല്ല സർ. ഇതെന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു വാടാ മുറിവിന്റെ വേദനയിൽ ഞാനങ്ങ് ചെയ്തു പോകുന്നത്. അത്രയേറെ എന്റെ അനുജത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ ജയറാമും അവന്റെ ചെമ്പകമംഗലത്തെ തറവാട്ടുകാരും. എനിക്ക് മനസ്സിലാകും ഇന്ദ്രജ. സർ മനസ്സിലാക്കുന്നതിൽ നിന്ന് 100 ഇരട്ടി വലുതാ എനിക്ക് അവരോടുള്ള പ്രതികാരം. ഈ ജയറാമിനെയും അവന്റെ വീട്ടുകാരെയും നശിപ്പിക്കുക എന്നുള്ളത് എന്റെ ജീവിത വ്രതമാണ്. അർജുനൻ അമ്പെടുത്താൽ ലക്ഷ്യം ഭേദിക്കും എന്ന് പറയുന്നത് പോലെ ഇന്ദ്രജ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിലെ ലക്ഷ്യം കാണാതെ മടങ്ങില്ല. എതിരാളികൾ ഉണ്ടെങ്കിലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂ ഇന്ദ്രജ. വെട്ടി ജയിച്ചു മുന്നേറി ജീവിത വിജയം നേടണം. അതാണ് വേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം നിർണായകവും എന്നാ രസകരവുമാണ്. അതെയോ? ഞാൻ വിജയം ആഘോഷിക്കുന്ന മറ്റൊരു ദിവസം. അതെന്താ ഇന്ദ്രജ? നാളെ മീനാക്ഷിയുടെ വിവാഹം മുടങ്ങുന്ന ദിവസം. മറ്റൊരു പകരം വീട്ടലിലൂടെ ഞാനത് മുടക്കുന്ന ദിവസം. ശുഭദിനം എന്നൊക്കെ പറയാം. നാളെ എന്റെ പല ചോദ്യങ്ങൾക്കും രാജലക്ഷ്മി അമ്മ ഉത്തരം പറയേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കും. എല്ലാ വിജയാശംസകളും നേരുന്നു ഇന്ദ്രജ. താങ്ക് യു സർ. കൈക്കൊമ്പിളിൽ ലൈഫ് വെച്ച് നീട്ടാൻ ലൈഫ് എന്താ പൊതിച്ച തേങ്ങയാണോ? അല്ല, എന്നെ പോലൊരാളുടെ ലൈഫ് പാർട്ണർ ആകാമെന്ന് സമ്മതിച്ചില്ലേ മീനാക്ഷി? അതൊരു ത്യാഗം തന്നെയല്ലേ? ആ ത്യാഗത്തിനാ താങ്ക്സ് പറഞ്ഞത്. അതിനിപ്പം വലിയ താങ്ക്സ് ഒന്നും പറയണ്ട. രണ്ടും കണക്കാ. ചക്കിക്കൊത്ത ചങ്കരൻ, ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്.
ദൈവമേ, കഴിയുമെങ്കിൽ നാളെ കെട്ട് കഴിഞ്ഞ് 8 മണിക്കൂറിനകം രണ്ടും തമ്മി തല്ലി പിരിയണേ. എന്താ അമ്മായി കാര്യമായിട്ട് പ്രാർത്ഥിച്ചത്? അല്ല, നിങ്ങൾ രണ്ടുപേരും മുല്ലവള്ളിയും തേന്മാവും പോലെ ജീവിതകാലം മുഴുവനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ, ആ, സന്തോഷം. മീനാക്ഷി വാ. ഇവ താങ്ക്സ് എന്ന് പറയാൻ എന്താ കാരണം? എന്തൊക്കെയോ ചെയ്യുന്നു മാറുന്നുണ്ട്. സമയം ഒരുപാടായല്ലോ. മൈഥിലിയെ വിളിക്കാം. ആ കാർത്തിക് 5 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോയിട്ടുണ്ടാവും. അവൻ തിരികെ വരുന്നതിന് മുമ്പ് മൈഥിലിയുമായിട്ട് സ്ഥലം വിടണം. ഹലോ. എഴുന്നേറ്റോ? പിന്നെ എത്ര നേരമായിട്ട് ഞാൻ ഉണർന്നിരിക്കുന്നു. അല്ല, കാർത്തികോ? വാഷ്റൂമിലാ. എന്നാലേ അവൻ അധികം പുറത്തേക്ക് ചാടുന്നതിന് മുമ്പ് വേഗം റെഡിയായിട്ട് നീ പുറത്തേക്ക് വാ. ആ, എന്താ പുറത്തേക്ക് വരുമോ? ദൈവമേ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഏത് ഭാഷണമാണോ? ദൈവമേ കാത്തോണേ. ഇതുവരെ എഴുന്നേറ്റില്ലല്ലേ? ദേ ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. ആ, എന്നാ നീ വേഗം കുളിച്ച് റെഡിയായിട്ട് വാ. കാർത്തിമോനും മീനാക്ഷിയും ഇപ്പൊ റെഡിയാവും. നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോവാം. അല്ല, അതിനിപ്പോ ഞാനും വരണോ? പിന്നെ എന്താ മോനെ, നിന്റെ കല്യാണ ദിവസമല്ലേ ഇന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.